ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഇന്ന് വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനത്തിനുള്ള സമയവുമോ സാഹചര്യങ്ങളോ അല്ല നമ്മുടെ മുൻപിലുള്ളത്. എങ്കിൽ പോലും നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന ആ ടോപ്പിക്. ഇതിനെക്കുറിച്ച് ധാരാളം വികലമായ ചിന്താഗതികളുണ്ട്. അനേകം തെറ്റായ ധാരണകളും തെറ്റായ പഠിപ്പിക്കലുമുണ്ട്. പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം. നമ്മൾക്ക് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് നമ്മൾക്ക് തന്നെ സംശയമുണ്ട്. കാരണം അത്രമാത്രം ഗഹനമായ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ 3 ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവാത്മാവ് ഒരിക്കലും സൃഷ്ടിപരമല്ല. ദുരാത്മാവ് എന്ന് പറയുന്നത് പിശാചിന്റെ ആത്മാവാണ്. ഇങ്ങനെ മനുഷ്യന്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ കർത്തൃത്വം നടത്തുന്നു. ദുരാത്മാവ് നമ്മളെ തെറ്റായ വഴികളിലൂടെ നടത്തുന്നു. നമ്മളിൽ ആത്മാവുള്ളത് കൊണ്ടാണ് നമുക്ക് വിവേകവും തിരിച്ചറിവും എല്ലാം നമുക്ക് സംജാതമാകുന്നത്. നമ്മിൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. മൃഗങ്ങൾക്ക് ആത്മാവില്ല, നമുക്കതറിയാം. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ ഒന്നാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. നിങ്ങളുടെ ആത്മാവ്, അതാണ് നമ്മുടെ ആത്മാവ്. സൃഷ്ടിപരമായ നമ്മളെ മനുഷ്യനാക്കി തീർത്ത അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ആത്മാവാണ് അത്. എന്നാൽ ദൈവാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് കർത്താവ് പോയതിന് ശേഷം അവൻ നമ്മിലേക്ക് അയച്ച കാര്യസ്ഥനാണ് ദൈവാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെയെല്ലാം വ്യാപരിക്കാനും പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്ന ആത്മാവാണ് ദുരാത്മാവ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ആത്മാവിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിനല്ല. മനുഷ്യാത്മാവിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. വിശ്വാസം, പ്രാർത്ഥന, പ്രത്യാശ, ഭയഭക്തി, ആരാധന. ഇത് ഓരോന്നും നമ്മുടെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുമായി റിലേറ്റഡ് ആണ് ഈ പറയുന്ന 5 ഇന്ദ്രിയങ്ങളും. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇന്ദ്രിയമാണ് ദർശനം, അതിനാണ് കണ്ണ്. അപ്പൊ നിങ്ങൾ വിശ്വാസം എന്ന് എഴുതിയതിനോട് ചേർത്ത് അല്ലെങ്കിൽ അതിന്റെ താഴെ വിശ്വാസം നമ്മുടെ ശരീരത്തിന്റെ കണ്ണിന് തത്തുല്യമാണ്. മറ്റൊന്നാണ് ക്രാണം, നമ്മുടെ മൂക്ക്, അതിന് തത്തുല്യമാണ് പ്രാർത്ഥന. 3-ാമത്തെ ഇന്ദ്രിയമാണ് ശ്രവണം അഥവാ ചെവി. അത് ആത്മാവിന്റെ 3-ാമത്തെ ഇന്ദ്രിയമായ പ്രത്യാശയ്ക്ക് സമാനമാണ്. 4-ാമത്തെ ഇന്ദ്രിയമാണ് നാവ്. അത് ആത്മാവിന്റെ ഇന്ദ്രിയമായ ഭയഭക്തിയോടൊക്കുന്നു. 5-ാമത്തെ ഇന്ദ്രിയമാണ് സ്പർശനം അഥവാ ത്വക്ക്. അത് ആരാധനയോടൊക്കും. ഇപ്പൊ നമ്മളുടെ ആത്മാവിനുള്ള ഈ 5 ഇന്ദ്രിയങ്ങൾ എന്തിനില്ല? മൃഗങ്ങൾക്കില്ല. അതിന് ആരാധനയില്ല, അതിന് വിശ്വാസമില്ല, അതിന് പ്രാർത്ഥനയില്ല, ഈ വക കാര്യങ്ങളൊന്നും അതിനില്ല. എന്നാൽ നമ്മിൽ ദൈവം നമ്മിൽ ആത്മാവിനെ സൃഷ്ടിച്ചു. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ദൈവത്തിന്റെ അംശമായ ആത്മാവിനെ അല്ല നമുക്ക് തന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ അംശമായ ആത്മാവിനെ അല്ല നമുക്ക് തന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ
ഒരംശമല്ല നമുക്ക് തന്നത്. നമ്മളെ നൂതനമായി സൃഷ്ടിച്ചതാണ്. സൃഷ്ടിപരമാണ് നമ്മുടെ ആത്മ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ മൂന്നിൽ ഒന്നിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ടോപ്പിക്. അപ്പോസ്തല പ്രവൃത്തികളാണ് നമ്മുടെ സബ്ജക്ട്. അതിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളുമായി അതിനോടനുബന്ധിച്ച് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 സ്വഭാവങ്ങൾ ചേരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ്. അത് 7 കൂടി ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കണം. യെശയ്യാവ് 11-ാമത്തെ അധ്യായം. യഹോവയുടെ ആത്മാവ്, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ യഹോവയുടെ ആത്മാവിന്റെ 7 പ്രത്യേകതകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. വാക്യത്തില് 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് 7 നിറവുകൾ ഉള്ളതാണ്, അല്ലെങ്കിൽ 7 വർണ്ണങ്ങൾ ഉള്ളതാണ്, അല്ലെങ്കിൽ 7 സ്വഭാവങ്ങൾ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ നമ്മിൽ നിന്ന് ജ്ഞാനം, വിവേകം, പരിജ്ഞാനം, ബലം, പിന്നെ ദൈവഭക്തി, ഇതെല്ലാം നമ്മിൽ നിന്ന് പ്രകടമാകുന്നത് ഈ 7 ആത്മാവ് നമ്മിൽ വസിക്കുമ്പോഴാണ്. ഈ 7 ആത്മാക്കൾ ചേരുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. അത് കേവലം ഒരു കാറ്റല്ല, കേവലം വെറും ഒരു ശക്തിയല്ല, അതൊരു ഊഹമല്ല, ഒരു പുകയല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ അവൻ എന്നുപയോഗിക്കുന്നു. അവൻ എന്ന സർവനാമം, ഈ എന്ന പ്രൊനൗണാണ് നമ്മൾ ഉപയോഗിക്കുക. അവൻ, അതൊരു വ്യക്തിത്വത്തിന് മാത്രമേ അവൻ എന്നുള്ള സർവനാമം ഉപയോഗിക്കാറുള്ളൂ. എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? യോഹന്നാൻ 15:16, 16:8, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 15:16, 16:8, 14 ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 15:16 ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അവൻ. അങ്ങനെ മറ്റു ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ അവൻ എന്നാണ് ദൈവവചനം നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ ആളത്വമുണ്ടോ? ആളത്വമുണ്ടെങ്കിൽ അതിന് ചില സ്വഭാവങ്ങളുണ്ട്. ഏതൊരു പേഴ്സണാലിറ്റിക്കും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ചില ക്യാരക്ടറുണ്ട്. പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വത്തിന് ചില സ്വഭാവങ്ങളുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം? പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്താണ്? 1, അതിന് ഇച്ഛാശക്തിയുണ്ട്. അതൊരു ആളത്വത്തിന്റെ ലക്ഷണമാണ്. ഇച്ഛാശക്തിയുണ്ട്. 1 കൊരിന്ത്യർ 12:11. 2, ബുദ്ധിശക്തിയുണ്ട്. റോമർ 8:26. റോമർ 8:26. അതുപോലെ നെഹമ്യ 9:20.
അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. എന്തിന്? അവരെ ഉപദേശിക്കേണ്ടതിന്. ഉപദേശിക്കാൻ ആവശ്യമായ ബുദ്ധിയെ നൽകിയത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴാണ്. ആത്മാവ്, അതിന് ബുദ്ധിയുണ്ട്. മറ്റൊന്ന് അറിവുണ്ട് ആത്മാവിന്. 1 കൊരിന്ത്യർ 2:10 മുതൽ 12 വരെ. 1 കൊരിന്ത്യർ 2:10 മുതൽ 12 വരെ. 4 ശക്തിയുണ്ട് അതിന്. 1:8 വാക്യം. മറ്റൊന്ന് വികാരഭേദങ്ങളുണ്ട്. റോമർ 15:1-2 വാക്യം. സ്നേഹം, പിന്നെ ദുഃഖിക്കുന്നു. ഇങ്ങനെ 2 വികാരങ്ങൾ പരിശുദ്ധാത്മാവിന് ഉണ്ട്. എഫേസ്യ ലേഖനം 4:30 നമ്മൾ വായിക്കുമ്പോൾ കാണാം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് ആ വാക്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ചില, അല്ലെങ്കിൽ ഒരു ആളത്വത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പരിശുദ്ധാത്മാവിലുണ്ടെന്ന് വചനം നമ്മെ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ. 8-ാം അധ്യായത്തിൽ മുഴുവനും പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി പറയുന്ന ഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ളത്. 1, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. 8:13 വാക്യം. നമ്മളുടെ ജഡത്തിന്റെ ഇച്ഛകളെ, ജഡത്തിന്റെ താല്പര്യങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾക്കറിയാം, ഈ ജഡത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 2 കൊരിന്ത്യ ലേഖനം 5:6 വാക്യം പറയുന്നത് അനുസരിച്ച് ഈ ജഡത്തിൽ വസിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ നിന്ന് ദൂരെയാണ് വസിക്കുന്നത്. ജഡത്തിൽ വസിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ നിന്ന് ദൂരെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജഡത്തിന് നമ്മിൽ ഒത്തിരി സ്വാതന്ത്ര്യവും സ്വാധീനവുമുണ്ട്. അത് എന്നും നമ്മളെ സ്വർഗത്തിലേക്ക് അയക്കാനുള്ള നിർബന്ധങ്ങളല്ല, നമ്മളെ നിത്യ നരകത്തിലേക്ക് അയക്കാനുള്ള നിർബന്ധങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും പ്രോത്സാഹനവും തരുന്ന നമ്മുടെ ശത്രുവാണ് ശരിക്കും നമ്മുടെ ജഡം. നമ്മൾ കാലത്തും വൈകുന്നേരവും കുളിച്ചെണ്ണ പൂശി പെർഫ്യൂം ഇട്ട് തൈലം പൂശി മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഈ പച്ച ജഡമാണ് നമ്മളുടെ 1-ാം നമ്പർ സ്പിരിച്വൽ എനിമി. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമുക്ക് ജഡത്തെ ജയിക്കാനുള്ള കൃപ തരുന്നത്. അപ്പൊ ആരാണ് ജഡത്തെ ജയിക്കുന്നത്? ദൈവാത്മാവുള്ളൊരു വ്യക്തി ജഡത്തിന്റെ താല്പര്യങ്ങളെ, ജഡത്തിന്റെ നിർബന്ധങ്ങളെ, ജഡത്തിന്റെ ആവശ്യങ്ങളെ നിർവീര്യമാക്കും. അതിനുവേണ്ടി സഭകളും സംഘടനകളും ജഡത്തിന്റെ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യിപ്പിക്കാനുള്ള എക്സർസൈസ് എന്ന വണ്ണം 7 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ ഉപവാസം, അതുപോലെ നോമ്പ്, ആഴ്ചയിൽ 2 ദിവസം ഭക്ഷണം വെടിഞ്ഞ് ഉപവാസം എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില ക്രമീകരണങ്ങൾ സഭയായും സംഘടനകളായിട്ടും ചെയ്തിട്ടുണ്ട്. ചിലർ ഇതിനെയെല്ലാം കേൾക്കുമ്പോഴേ വെറുക്കുകയും ഇതിനെയെല്ലാം തള്ളിപ്പറയുന്നവരുമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഡോക്ടർ നമ്മളോട് പറയാണ് 6 മാസത്തേക്ക് ബീഫ് ഉപയോഗിക്കരുത്, കൊളസ്ട്രോൾ കൂടും എന്ന് പറഞ്ഞാൽ കൃത്യമായി അന്ന് മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ബീഫ് വാങ്ങൽ നിർത്തും. എന്നാൽ പാസ്റ്ററോ സഭയോ വൈദികരോ നമ്മളോട് പറഞ്ഞാൽ, സുവിശേഷകനോ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്തു പറയും?
നീ ആരുടെ ഇത് പറയാൻ? പോത്തിനെ കഴിച്ചെന്ന് വിചാരിച്ച ഒരു ചുക്കും എനിക്ക് വരാനില്ലെന്ന് പറയും. ഡോക്ടർ പറഞ്ഞാൽ അത് നമ്മുടെ ആയുസിന്റെ കാര്യമായി മാറും. ഞാൻ ഒന്നിനെയും പ്രത്യേകിച്ച് പുകഴ്ത്തിയോ ഇകഴ്ത്തിയോ ഞാൻ പറഞ്ഞതല്ല. നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഏത് അഭ്യാസവും ഒരു ദൈവ പൈതൽ സ്വീകരിച്ചു കൊള്ളണം എന്ന് മാത്രം. രണ്ടാമത്തെ പ്രവൃത്തി നമ്മൾ കാണുന്നത് തീമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ന്റെ 7-ാം വാക്യത്തിലാണ്. അതെന്താണ്? ഭയം മാറിപ്പോകും. ധൈര്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഭയമില്ല. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. ദൈവാത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ എനിക്ക് ഭയമില്ല. അപ്പൊ എനിക്ക് ഭയമുണ്ടെങ്കിൽ എന്നിലുള്ള ആത്മാവിന്റെ സ്വാതന്ത്ര്യവും ആത്മാവിന്റെ പ്രവർത്തനവും വളരെ പരിമിതമാണ് എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഭയരഹിതമായ ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാറ്റിനെയും ഭയമാണ്. പാമ്പിനെയും ചേമ്പിനെയും പഴുതാരെയും പാറ്റയും പല്ലിയും അതെല്ലാം നമുക്ക് പേടിയാണ്. അതങ്ങനെ കിടക്കട്ടെ. അപ്പോ ഇതിനെല്ലാം നമുക്ക് പേടിയാണ്. ഇടി വെട്ടുന്നതും മഴ പെയ്യുന്നതും നമുക്ക് പേടിയാണ്. ആനയെ കണ്ടാലും പേടിക്കും, സിംഹത്തെ കണ്ടാലും പേടിക്കും. ഇങ്ങനെയുള്ള കുറെ പേടിയുണ്ട്. ചിലർക്ക് അപ്പനെ പേടിയാണ്, ചിലർക്ക് അമ്മയെ പേടിയാണ്, ചിലർക്ക് ഭാര്യയെ പേടിയാണ്, ചിലർക്ക് ഭർത്താവിനെ പേടിയാണ്, ചിലർക്ക് മക്കളെ പേടിയാണ്, ചിലർക്ക് നാട്ടുകാരെ പേടിയാണ്, മനുഷ്യരെ പേടിയാണ്, പോലീസുകാരെ പേടിയാണ്. ഇതെല്ലാം പോട്ടെ, രസം എന്നാന്ന് വെച്ചാൽ ചിലർക്ക് അച്ഛന്മാരെ പേടിയാണ്, ചിലർക്ക് പാസ്റ്റർമാരെ പേടിയാണ്, ചിലർക്ക് ഉപദേശിമാരെ പേടിയാണ്. ചുരുക്കത്തിൽ എന്തിനു പറയണു? ഇടത്തോട്ട് തിരിഞ്ഞാലും ഭയമാണ്, വലത്തോട്ട് തിരിഞ്ഞാലും ഭയമാണ്. രാത്രി കിടന്നാലും കിടത്തി പൊറപ്പിക്കില്ല. ചിലർ രാത്രി കിടന്നും പെട്ടപ്പെടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കും, കണ്ണടയില്ല. പേടിയാണ്, പേടിയാണ്. എന്തിനും പേടിയാണ്. കാരണം എന്നാന്ന് മനസ്സിലായില്ലേ? എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് നാം ജീവിക്കുന്നു എങ്കിൽ ഭയരഹിതമായി ജീവിക്കണം. നമ്മുടെ വീട്ടിലൊരു യോഗം വെക്കാൻ പോലും നമുക്ക് പേടിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവഭയമാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരെ പേടിക്കരുത്, മരണത്തെ ഭയപ്പെടരുത്, ഒരു പ്രഭുക്കന്മാരെയും ഭയപ്പെടരുത്. ദൈവഭയം മാത്രം മതി. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ നമ്മൾ ഭയരഹിതമായി ജീവിക്കും. മൂന്നാമത്തെ കാര്യം എന്നറിയാം, പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അതിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കൂ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കും. എന്താണ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? നീ ദൈവത്തിന്റെ പൈതലാണ് മോനെ, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ശരിക്കും ദൈവാത്മാവിന്റെ ഡ്യൂട്ടി സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നു, പുത്രനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, പാപത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, പൈശാചികമായ പോരാട്ടങ്ങളെ വിവേചിക്കാനുള്ള ശക്തി നമുക്ക് തരുന്നു, തിന്മകളെ അതിജീവിക്കാനുള്ള ഊർജം നമ്മിലേക്ക് ദൈവാത്മാവ് പകർന്നു തരുന്നു. ഇങ്ങനെ ദൈവാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം ആ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ സാധിക്കും. ഞാൻ ദൈവ പൈതലാണെന്ന് ആര് പറഞ്ഞു? ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ആരാണ് പറഞ്ഞത്? നാട്ടുകാരല്ല, വീട്ടുകാരല്ല. ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് എന്നോട് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. ആത്മാവാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. അതുകൊണ്ട് ആത്മാവാണ് നമ്മളെ ജനിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് മോനെ, നീ ദൈവ പൈതലാണ് കേട്ടോ. അരുതാത്ത ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ
ഹൃദയത്തിലിരുന്ന് ദൈവാത്മാവ് പറയും, നീ ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നമ്മളെ ദൈവ പൈതലാണെന്നുള്ള ബോധ്യം തന്ന് നമ്മളെ ജയോത്സവമായി നടത്തും. നാലാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 8:26 വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മളുടെ കുറവുകൾക്ക് ബലം തരുന്നത്, മികവ് തരുന്നത്, ബലഹീനതയ്ക്ക് തുണ തരുന്നത്, കൂട്ടുനിൽക്കുന്നത്, ബലഹീനനെ ബലവാനാക്കാൻ, കഴിവ് കുറഞ്ഞവനെ കഴിവുള്ളവനാക്കാൻ, ബുദ്ധി കുറഞ്ഞവനെ ബുദ്ധിയുള്ളവനാക്കാൻ, പ്രാപ്തിയില്ലാത്തവനെ പ്രാപ്തിയുള്ളവനാക്കാൻ. എന്തൊക്കെ ബലഹീനതയുണ്ടോ, ആ നിറവിന്റെ മേൽ നിറവിനെ തന്ന്, കുറവിന്റെ മേൽ കൃപയെ തന്ന് അവൻ ശക്തിയോടെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ ആത്മ പകർച്ചയാണ് നമ്മുടെ ജീവിതത്തെ ധൈര്യത്തോടെ നടത്തുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഭർത്താവും മദ്യപാനിയും സുവിശേഷത്തിന്റെ വിരോധിയുമാകാം, നമ്മളുടെ ഭാര്യയും അങ്ങനെയാകാം. എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 20-22 വയസ്സ് പ്രായത്തിലൊക്കെ ഞാൻ സുവിശേഷ യോഗം കഴിഞ്ഞ് കടന്നു പോകുന്ന ഒരു ഏരിയ ഉണ്ട്. ഞാൻ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. നല്ല മനുഷ്യനാണ്, നല്ല ശക്തനും അധികായനുമാണ്. ഇപ്പൊ ഞാൻ കൺവെൻഷന് പോകുമ്പോ, പ്രസംഗിക്കാൻ പോകുമ്പോ എൻ്റെ കൂടെ ആ സാറ് പോരും. എന്നെ സാറിന്റെ കൂടെ കിടത്തും. സാർ ഇങ്ങനെ കൈ വെച്ച് തരും, എന്നെ ഈ കൈത്തണ്ടേ കിടത്തും. ഈ കൈത്തണ്ടൻ എന്നെ മാറാൻ സമ്മതിക്കില്ല. എന്നെ അത്രമാത്രം സ്നേഹിച്ചു ആ സാർ. എന്നെ ഒത്തിരി ഉപദേശിച്ച് നടത്തി. അന്ന് സാറിന് ഏതാണ്ട് 45-50 വയസ്സ് പ്രായം. കുട്ടിക്കാലത്ത് തന്നെ കൺവെൻഷൻ പ്രസംഗകനായതുകൊണ്ട് വലിയവരായ ആളുകളുടെ കൂടെ രാപാർക്കാനും ഉണ്ടുറങ്ങാനും ദൈവം എനിക്ക് കൃപ തന്നു. എവിടെ പോയാലും സാറിന്റെ കൂടെ ഞാൻ കിടക്കും, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ സാറിനൊരു ദുഃഖമുണ്ട്. സാറിന്റെ വീട്ടിലെ ഭാര്യ സാറിന്റെ നമ്പർ 1 ശത്രുവാണ്. അപ്പൊ സാറിന്റെ കൈക്കോട്ടിൽ എന്നെ തല ചായച്ച് കിടത്തിയിട്ട് എന്നോട് പറയും, മത്തായി കുഞ്ഞെ വിളിക്കണം, മത്തായി കുഞ്ഞെ, ഇന്നലെ അവളെനിക്ക് കഞ്ഞി വെള്ളം തന്നില്ലടാ. ഞാൻ യോഗം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അവള് വീട് അകത്തുനിന്ന് പൂട്ടി. അപ്പൊ ഞാൻ ചോദിക്കും, സാർ എന്നിട്ട് എന്ത് ചെയ്തു? പണ്ടൊക്കെ ഞാൻ അവളെ കൊണ്ട് നല്ല പെരുക്ക് കടന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ കർത്താവ് നിമിത്തം എൻ്റെ കൈയുടെ ബലം കൈ പൊങ്ങൂല. ആരോഗ്യമില്ലാത്തതുകൊണ്ടല്ല, ഫിലിപ്പ് സാറിന്റെ കൈ ചേർന്ന് നിവർത്തിയിട്ട് ഒന്ന് കൊടുത്താൽ പിന്നെ ഇരിപ്പതാ. പക്ഷെ എത്ര കൊടുത്താലും ഒതുങ്ങാത്തവളാണ് ഈ ഭാര്യ. ആ ധാരാളം രാത്രികൾ അദ്ദേഹം യോഗം കഴിഞ്ഞ് ചെന്ന് പൈപ്പിൽ നിന്ന് വെള്ളം മുക്കി കുടിച്ച് വരാന്തയിൽ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. പക്ഷെ ഹൃദയത്തിൽ ശോഭ കൊടുത്ത പരിശുദ്ധാത്മാവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ അവളുടെ പേര് വിളിച്ച് അകത്ത് ചെല്ലും. സ്കൂളിൽ പോകാൻ എല്ലാ സപ്പോർട്ടുമാണ്, എല്ലാറ്റിനും ഉണ്ട്. എങ്ങാനും ഭാര്യ വരുന്ന യോഗത്തിൽ ഭർത്താവ് പ്രസംഗിച്ചാൽ, സാറ് പ്രസംഗിച്ചാൽ അവൾ എഴുന്നേറ്റ് നിന്ന് സാറിനെതിരെ പറയും. എന്തുമാത്രം മാനസികമായി ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, മരണം വരെ കുലുങ്ങാതെ നിന്നു. അവസാന നാളിൽ ആ മരവും വീണു. അവളൊരു രോഗിയായി, കിടപ്പിലായി. ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രമാദമായൊരു കുടുംബത്തിലെ കക്ഷിയാണ്. അവസാനം ആ മരം വീണു. അവളെ സാറ് ശുശ്രൂഷിച്ചു. അവൾ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. സാറ് പറയും,
എന്നാലും എൻ്റെ ഭാര്യയെ എൻ്റെ കർത്താവ് രക്ഷിച്ചു. ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് ആ സാറിന്റെ ബലഹീനത അവന്റെ ഭാര്യയായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ബലം കൊടുത്ത് നടത്തിയ ഒരു ദൈവമുണ്ട്. ചിലർക്കത് ഭർത്താവായിരിക്കാം, ചിലർക്കത് വീട്ടുകാരായിരിക്കാം. തടസ്സങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ പോന്ന അത്യന്ത ശക്തിയെ പകർന്നു തരുന്ന ആത്മാവിനെ ഇനിയും നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. മദ്യപാനികളുടെ ഭാര്യമാർ ഉണ്ടായിരിക്കാം. ഒരിക്കലും പതറരുത്. വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം മദ്യപാനത്തിന്റെ ശക്തിയിലാണെങ്കിൽ എന്നിൽ ശിംശോന്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ചോദിച്ചു വാങ്ങി നടക്കണം. നമ്മിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അവിടെ പ്രവർത്തിക്കുന്നത് അശുദ്ധാത്മാവാണ്. ഇതിന്റെ ഇടയിലുള്ള സംഘട്ടനങ്ങൾക്കിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ബലവും തന്ന് നമ്മെ നടത്തുമാറാകട്ടെ. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബലഹീനതകളെല്ലാം എണ്ണി പറയാം. എവിടെയൊക്കെയാണോ എനിക്ക് ബലഹീനതകൾ ഉള്ളത് അവിടെയെല്ലാം തുണ നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ സഹായകനായി നിൽക്കുന്ന ഒരാത്മാവ് എനിക്കുണ്ട്. സ്തോത്രം പറഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വാതിലടച്ചിരിക്കുന്നവരെ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും ഞാൻ വളരെ ആഗ്രഹത്തോടെ പറയാം, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് സ്തോത്രം ചെയ്യണം. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തെ മുട്ടുന്നു എന്ന് തോന്നിയാൽ അപ്പ സ്തോത്രം ചെയ്തോളണം. എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സന്ദേശം വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു പോകണം. അങ്ങനെ നമ്മൾ ശീലിക്കണം. ഹൃദയത്തിലെങ്കിലും പറയണം, സ്തോത്രം ഇപ്പൊ പറഞ്ഞത് എന്നോടാണ്, എൻ്റെ കർത്താവ് തന്ന ഒരു ആലോചനയാണ്, നന്ദി പറഞ്ഞോളണം. ഞാൻ 5-ാമത്തെ കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ. 5-ാമത്തെ കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ്. ഉപദേശിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഓർമ്മയൊക്കെ മങ്ങിത്തുടങ്ങും. സ്വാഭാവികമാണ്, ഓർമ്മ കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നെ ആ കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് നമ്മൾ പറ്റിയ ആരെങ്കിലും കണ്ടുപിടിക്കും. പോകേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്ന പോലെ ചെയ്യണോട്ടോ എന്നും നമ്മൾ ഓർപ്പിക്കും. മൊബൈലിൽ നമ്മൾ അലാറം വയ്ക്കും. വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും നമ്മൾ ചുമതലപ്പെടുത്തും. ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ പറഞ്ഞ് ചുമതലപ്പെടുത്തും. ഇന്ന കാര്യങ്ങൾ സമയത്ത് എന്നെ ഓർപ്പിക്കണം. കാരണം നമുക്ക് ഓർമ്മക്കുറവുകളുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷയെ, വചനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിശുദ്ധ, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാനൊരു യോഗം മറന്നുപോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഒരു ശുശ്രൂഷ ഞാൻ മറന്നുപോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി വളരെ അപൂർവമാണ്. എന്നാലും ആ സമയത്ത് എങ്ങനെയെങ്കിലും അത് ഓർമ്മ ഒരു 10 മിനിറ്റ് വൈകിട്ടാണ് ചെല്ലും. എനിക്കൊരു മാസം 32 ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, 31 ദിവസം ഒരു മാസം ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 32 ബൈബിൾ ക്ലാസ്സും പള്ളിക്കൂടത്തിലെ ക്ലാസ്സും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇതിലൊന്നിനും വീഴ്ച വരുത്താതെ നടത്തിയത് ഹൃദയത്തിൽ വ്യാപരിച്ച ആത്മാവോട്. ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, ധാരാളം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൃത്യമായി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടുകാരനാണ്. ഞാൻ നിങ്ങളെപ്പോലെ അത്ര നല്ലവനല്ലെങ്കിലും, പൂർവികരെ പോലെ ഞാൻ നല്ലവനല്ലെങ്കിലും, എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന സർവശക്തനായ ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. അവന്റെ കൂട്ടുകൂടി ജീവിക്കണം. ശരീരം വയ്യെങ്കിൽ, ബുദ്ധി കുറഞ്ഞെങ്കിൽ, കാഴ്ച മങ്ങിയെങ്കിൽ അവന്റെ കൂട്ടുകൂടി ജീവിക്കും. 5, ഉപദേശിക്കുന്നവനും ഓർമ്മപ്പെടുത്തുന്നവനുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
അടുത്തത് പാപബോധവും, പാപത്തെക്കുറിച്ചുള്ള ബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധവും തരും. പാപമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നും പറഞ്ഞു തരും. യോഹന്നാൻ 16:7-8. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നമുക്ക് ബോധം തരും. യോഹന്നാന്റെ സുവിശേഷം 16:7-8 ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 8-ാം വാക്യം: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരുന്നു. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഉപദേശിയുടെ പ്രസംഗത്തിന് പാപബോധം തരാനുള്ള കഴിവില്ല. നമ്മൾ 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ പറയുന്ന നമ്മുടെ കിഴവി കഥകൾക്കും കെട്ടുകഥകൾക്കും ഉപമകൾക്കും നമ്മുടെ ചെറുകഥയ്ക്കും വലിയ കഥയ്ക്കും നോവൽ കഥകൾക്കൊന്നും ഒരു മനുഷ്യനെ ജനിപ്പിക്കാനുള്ള ശക്തിയോ സ്വാധീനമോ ഇല്ല. വചനം തന്നെ പറയണം. നിങ്ങളൊരു പ്രസംഗം കേൾക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെയൊക്കെ വളർന്നു വരണം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം, ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് വചനം കാണും. വെറുതെ ഉണ്ടയില്ലാത്ത വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. വചനം, എഴുതപ്പെട്ട വചനത്തിന്റെ സന്ദേശം പരിശുദ്ധാത്മാവ് കൊടുക്കും. പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ തറയും. ഇതാണ് ആത്മാവിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇന്നത്തെ യോഗം അനുഗ്രഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങനെയല്ല വിലയിരുത്തുന്നത്. ആളുകൾ ഉണ്ടായിരുന്നോ? നല്ല യോഗം, പിന്നെ നല്ല ഭക്ഷണം ആയി, പിന്നെ നല്ല പ്രസംഗം. ഇതെല്ലാം കഴിയുമ്പോ എന്നായിരുന്നു പ്രസംഗിച്ചത്? വേദപുസ്തകത്തിലുള്ളത് മുഴുവനും പ്രസംഗിച്ചു. കാര്യം തീർന്നല്ലോ. എല്ലാ വിഷയവും പ്രസംഗിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രസംഗിച്ചു. ഇന്നതെന്ന് പറയാൻ ഇല്ല. കാരണം എന്നാ? ഒരു കുന്തവും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പകുതി ഉറങ്ങി, പകുതി തൂങ്ങി, പകുതി കോട്ടുവായിട്ടു, പകുതി ക്ലോക്കിലേക്ക് നോക്കി, പകുതി തെക്കോട്ട് നോക്കി, പകുതി വടക്കോട്ട് നോക്കി. അന്നമ്മ എപ്പോഴാ വന്ന്, മറിയാമ്മ വയ്യാണോ വന്ന്, ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും സുവിശേഷ പ്രസംഗം തീർന്നു. നമുക്ക് കിട്ടേണ്ടത് കിട്ടില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മളൊരു 18 മണിക്കൂർ പ്രേയർ നടക്കുക ഇവിടെ ഒരു വീട്ടിൽ വെച്ചാ. ഈ 18 മണിക്കൂർ മുമ്പിൽ ഒരു ആന്റി വന്നിരുന്ന് നല്ല ഉറക്ക. നമ്മുടെ മീറ്റിങ്ങിൽ പതിവായിട്ട് വരുന്ന ആന്റി വന്നിരുന്നപ്പോ തൊട്ട് തുടങ്ങിയത്. എങ്കിലും നമ്മളുടെ ഇടിവെട്ട് പോലുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർന്ന് നോക്കും. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഞാൻ ഈ ആന്റിയോട്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ആന്റി യോഗം എന്ന് ചോദിച്ചപ്പോ ആന്റി പറയുന്ന, ഒരു സുഖമായില്ല സാറേ. അങ്ങനെ സുഖാവണേ? ഉറക്കം സുഖമായില്ല എന്നാ പറഞ്ഞേ. ഉറങ്ങി എങ്ങനെ സുഖാവണേ? ദൈവവചനത്തിന്റെ മുൻപിൽ എരിവോടെ ഇരിക്കണം. നമ്മൾ പലപ്പോഴും വചനം വായിക്കുമ്പോഴും ധ്യാനം നടക്കുമ്പോഴും ഒക്കെ അടുക്കളയിലെ കറിക്കുമായിരിക്കും വചനവും കേൾക്കും. എന്ത് കഴിവാന്നറിയാമോ? അടുക്കളയിലെ വചനവും കേൾക്കും, ധ്യാനവും കൂടും. ഭയങ്കര കഴിവ്, അപാര കഴിവാണ്. അതിൻ്റെ ഇടയ്ക്ക് ദോശയും ചൂടും ധ്യാനവും നടക്കും. ഇതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല. ഞാൻ കൊതി കൊണ്ട് പറഞ്ഞാട്ടോ. ഈ കഷ്ടപ്പെടുന്നത് വൃഥാവായി പോകെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം തരും, ന്യായവിധിയെക്കുറിച്ച് ബോധം തരും. ആ ബോധം തരുമ്പോ സുബോധത്തോടെ ഇരിക്കണം, സുബോധത്തോടെ ഇരുന്ന് കേൾക്കണം. അപ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയും. അപ്പൊ നമ്മൾ ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കും. ഞാൻ 77 രക്ഷിക്കപ്പെട്ടതാണ്. 78 മുതൽ കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. 85 വരെ ദശാംശം കൊടുക്കാത്ത സുവിശേഷകനാണ് ഞാൻ. പോകുമ്പോൾ വാങ്ങുന്നവനല്ലാതെ കൊടുക്കുന്നവനായിരുന്നില്ല. എന്നാൽ പെരുമ്പാവൂർ ആശ്രമ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ട്രൈബൽ മിഷന്റെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ പ്രസംഗിക്കാൻ വന്ന ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറുണ്ട്. അവരുടെ പ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ മുൻപിൽ ഒരു കസേരയിൽ ഇരുന്നു. അവരുടെ പ്രസംഗത്തിനകത്ത് ഞാൻ എരിവിരി കൊണ്ടിരുന്നു. എന്നോട് തന്നെ ദൈവാത്മാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും അവസാനം ദശാംശത്തെ കുറിച്ച് അവരെന്നോട് ക്ലാസ് എടുത്തു.
ആ ക്ലാസിന്റെ അവസാനം കർത്താവിന്റെ വേല ചെയ്യുന്നവരിൽ ദശാംശം കൊടുക്കാത്തവർ ഈ വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയപ്പോൾ അത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇടവും വലവും തിരിഞ്ഞ് കൈ കൃത്യം എന്റെ നേരെ നീട്ടി. എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇത് എങ്ങനെ അറിഞ്ഞു? പരിശുദ്ധാത്മാവ് അന്ന് എന്നെ തിരുത്തി. എന്റെ പോക്കറ്റിൽ ഞാൻ കൈയിട്ട് തപ്പി നോക്കുമ്പോൾ 18 രൂപ 25 പൈസയാണ് അന്നുണ്ടായിരുന്നത്. ഞാനത് അന്ന് കർത്താവിന്റെ നേരെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, ഇന്നു മുതൽ എനിക്ക് കിട്ടുന്നതിന്റെ എല്ലാം ഒരു ഭാഗം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ആരാണ് തിരുത്തിയത്? ആ ഡോക്ടറെ ദൈവം എന്നെ തിരുത്താനായി ആത്മാവിൽ ഉപയോഗിച്ചു. ദൈവമക്കളെ, നമ്മളെ തിരുത്താൻ ദൈവം ഇതുപോലെ ചില ഭക്തന്മാരെ നിയോഗിക്കുമ്പോൾ നമ്മൾ അലസതയോടെ ഇരുന്ന് അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നാളെ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ധാരാളം ഉദാഹരണങ്ങളുടെ പെരുമഴകളുണ്ട്. ഒരു കൺവെൻഷന്റെ മധ്യേ, ഞാൻ പ്രസംഗിച്ച ഒരു കൺവെൻഷന്റെ മധ്യേ മദ്യപിച്ച് വന്ന് ഒച്ചപ്പാടുണ്ടാക്കി ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി. ആ മനുഷ്യൻ ഭാര്യയെ വിളിച്ചുകൊണ്ട് 62 സ്റ്റെപ്പ് ഇറങ്ങി വേണം മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ. ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവസാനത്തെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അദ്ദേഹം ചവിട്ടിയത് ഒരു പാമ്പിന്റെ മീതെയായി. ആ പാമ്പ് ആ മനുഷ്യനെ ആഞ്ഞു കൊത്തി. ഓൺ ദ സ്പോട്ടിൽ വീണ് മരിച്ചു. ദൈവം തരുന്ന അവസരങ്ങളെ വൃഥാവാക്കരുത് ദൈവമക്കൾ. അത് ചിലപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചാൻസ് ആയിരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ അതേ ഗൗരവത്തോടെയാണ് ഇരിക്കുന്നത്. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ട്, നാളെ എനിക്കൊരു പ്രസംഗം ഇല്ല എന്ന് ചിന്തിച്ചേ പ്രസംഗിക്കാവൂ. ബാക്കി നാളെ പറയാമെന്നല്ല. എനിക്ക് ഇന്ന് ഒരു പ്രസംഗമുണ്ട്, നാളെ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നാളെ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന അവസരം പരമാവധി കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. പറയാൻ മാത്രമല്ല, കേൾക്കാനും. നാളെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? നാളെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? നാളെ എനിക്ക് പാടാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസരങ്ങളെ തട്ടിമാറ്റല്ലേ സുഹൃത്തുക്കളെ, അവസരങ്ങളെ തട്ടിമാറ്റല്ലേ. നല്ല നല്ല അവസരങ്ങളെ തട്ടിമാറ്റി ഇപ്പോൾ ഈ പ്രായത്തിലായി, ഈ പരുവത്തിലായി. ഇനിയും അത് തന്നെ തേടരുത്. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. 7ാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉപനിധിയുടെ സംരക്ഷകനാണ് പരിശുദ്ധാത്മാവ്. 2 തീമോത്തിയോസ് 1:14 വാക്യം. 2 തീമോത്തിയോസ് 1:14 വാക്യം. നമ്മളുടെ ഉപനിധിയെ സൂക്ഷിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. 1:14 വാക്യം. എന്താണ് ഉപനിധി? 2 തീമോത്തിയോസ് 1:14. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഏതാണ് നല്ല ഉപനിധി? എന്നെ എന്റെ കർത്താവ് ആക്കി വെച്ചിട്ടുള്ള സ്ഥാനം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഞാനും കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം, അവനിലുള്ള എന്റെ വിശ്വാസം, അവനിലുള്ള എന്റെ സമർപ്പണം, അവൻ തന്നിട്ടുള്ള രക്ഷ, അവൻ തന്നിട്ടുള്ള വീണ്ടെടുപ്പ്, നിങ്ങൾ എന്തു പറഞ്ഞാലും അതിൽ തെറ്റില്ല. എനിക്ക് എന്റെ കർത്താവ് തന്നിട്ടുള്ളത് ആ ദിവസം വരെ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എന്റെ ഉപനിധിയെ സൂക്ഷിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ 7 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന 7 പ്രവൃത്തി. 2 വസ്തുതകളാണ് പറഞ്ഞത്. 1, പരിശുദ്ധാത്മാവിന്റെ 7 സ്വഭാവങ്ങൾ. 2, പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന 7 പ്രവൃത്തികൾ. 3, പരിശുദ്ധാത്മാവിന്റെ ആളത്വം. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പങ്കുവെച്ചത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് യൂട്യൂബ് ചാനലിൽ കയറണം. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് ക്രമമായി നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആദ്യം ഇടുമ്പോൾ തന്നെ കിട്ടും. നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും കേൾക്കാനും എളുപ്പമുണ്ട്. വചനം പഠിച്ച് നല്ല മക്കളായി, ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി. ഇത് മതി ഇനിയാണെങ്കിലും.
ദൈവം നമ്മളെ മൂർച്ചയുള്ള ആയുധങ്ങളായി ഉപയോഗിക്കും. പ്രായമായ എലിക്കുട്ടി ആന്റിയെ പോലെ, എലിശിക്കുട്ടി ആന്റിയെ പോലെ, ഇതിനകത്ത് പ്രായമായ നമ്മുടെ റേച്ചൽ ജോർജ് ആന്റിയെ പോലെയൊക്കെ പ്രായമുള്ളവരിയ്ക്കണം എനിക്ക് കാണാം. എന്നാൽ പ്രായം എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല. കിടന്നാലും ദൈവത്തിന് പ്രശ്നമല്ല. നമ്മളെ ദൈവം അവസാന ശ്വാസം വരെ ഉപയോഗിച്ചാൽ മതി. അതുമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എന്നെ നീ അവസാന ശ്വാസം വരെ നിന്റെ കരങ്ങൾക്കിണങ്ങുന്ന ഒരായുധമായി എന്നെ ഉപയോഗിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങൾക്കൊരു കൊച്ചു പ്രാർത്ഥനയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന ആ തുരുമ്പെടുത്ത ആയുധം പോലെ എൻ്റെ ജീവിതമായി പോകല്ലേ. തുരുമ്പെടുത്ത ഒരു ആയുധം പോലെ എൻ്റെ അടുക്കളയിൽ ഞാൻ ഉപയോഗിക്കാത്ത ഒരായുധമുണ്ട്. മൂർച്ചയില്ലാത്തതിൻ്റെ പേരിൽ മാറ്റിയിട്ടതാണ്. നാളുകളായി അത് പുരയുടെ കോർണറിൽ അല്ലെങ്കിൽ ഷെൽഫിൽ ഇരിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് തപ്പി നോക്കിയാൽ അത് കാണാം. ഒത്തിരി കാലമായില്ലേ അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട്. നിങ്ങൾ കർത്താവിനോട് പറയണം, യേശുവേ, എൻ്റെ വീട്ടിലെ ഈ ആയുധം പോലെ എൻ്റെ ജീവിതമായി പോകരുതേ. എന്നെ മൂർച്ചപ്പെടുത്തി അവസാന ശ്വാസം വരെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവം, ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും നീ അനുഗ്രഹിച്ചയക്കണമേ. അങ്ങയുടെ കൃപയും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സഹായവും നിന്റെ മക്കൾക്ക് നീ നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ നിന്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും കൂടെ ഉണ്ടാകും. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.